ഒരു നാച്ചുറോപ്പതിസ്റ്റ് എന്നുള്ള രീതിയിൽ സ്വയം തന്നെ നല്ലൊരു ബെറ്റർ എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ആക്ച്വലി നമ്മൾ ശരിക്കുമുള്ള യഥാർത്ഥ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെ? അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത് വെച്ചാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നൈറ്റ് ബിഫോർ 7:30 7 o'clock ഡിന്നർ കഴിക്കുക. ആ ഡിന്നർ മാക്സിമം ലൈറ്റ് ആക്കുക എന്നുള്ളതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ട്. ചോറാണ് നമ്മുടെ ഇവിടുത്തെ ഇത് ഭക്ഷണം നല്ലത് എന്ന് പറഞ്ഞ് പുറത്തെ ആൾക്കാർ, വെളിനാട്ടിലുള്ളവർ എന്ത് കഴിക്കുന്നു എന്ന് കണ്ട് നമ്മൾ അത് കണ്ട് കഴിക്കരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചോറാണോ കൂടുതൽ കഴിക്കേണ്ടത്, അതോ എന്താണ് കഴിക്കേണ്ടത്? ജീവിതശൈലിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ നടക്കണം എന്നല്ല, പക്ഷെ അവർക്കൊരു ബേസിക് ഫിസിക്കൽ ആക്ടിവിറ്റി എങ്കിലും നമുക്ക് ഉണ്ടാവണം. നമ്മുടെ വർക്കിംഗ് മെത്തേഡ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് മാങ്ങ കിട്ടിക്കൊണ്ടിരുന്ന വർഷത്തിൽ ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ മാസത്തിന് വേണ്ടി. നമ്മളുടെ ആ ഒരു വെക്കേഷന്റെ സമയത്തൊക്കെയാണ് നമുക്ക് മാങ്ങ കിട്ടും. 365 ദിവസവും കപ്പയും ചക്കയും മാങ്ങയും കിട്ടുന്ന ലോകത്ത് ജീവിക്കണം നമ്മൾ. സോ നമുക്ക് ഇനി മുതൽ സീസണൽ ഫ്രൂട്ട്സ് ഇല്ല ഇവിടെ. സോ എന്താണ് നല്ല ഭക്ഷണം എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ആണ് അവരുടെ. പക്ഷെ നോർമൽ ഒരു ഹെൽത്തി ബോഡി അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ് നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവരോട് പറയാനുള്ള ഈ ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം എന്നുള്ളത്. അതായത് രാവിലെ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് കുറേയും കൂടെ ക്വാണ്ടിറ്റി കഴിക്കാം. പക്ഷേ പിന്നെ അടുത്ത മീൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം അതിൻ്റെ ഇൻടേക്കിംഗ് കുറയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. നന്നായി ശരീരം അനങ്ങുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ് രാവിലെ പോകുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് രാജാവിനെ പോലെ കഴിച്ചിട്ട് വരാൻ പറയുന്നത്. അതല്ലെങ്കിൽ ഈ 3 ഫുഡും ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇപ്പൊ ഈ രാജാവിനെ പോലെ കഴിച്ചാൽ പോയിരുന്ന് ഉറങ്ങാൻ പറ്റുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതും പ്രശ്നമാണ്. നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ പറഞ്ഞ 7 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കാൻ പറ്റണമെന്നില്ല. അവര് അവരുടെ ഈ പറയുന്ന ബ്ലഡിലേക്ക് പോകുന്ന ഒരു 4.5 മണിക്കൂർ മുമ്പ് 4 മണിക്കൂർ മുമ്പ് അവരുടെ ലാസ്റ്റ് മീൽ കഴിക്കുക എന്നുള്ളതാണ്. ആ മീല് മാക്സിമം ലൈറ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റും. വെജ് എല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. നോൺ വെജ് എല്ലാം മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വെജിറ്റേറിയൻ ആയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഹെൽത്തി എന്നുള്ള കൺസെപ്റ്റ് എനിക്കില്ല. നോൺ വെജിറ്റേറിയൻ ആയി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അൺഹെൽത്തി ആണെന്നുള്ള വിശ്വാസം എനിക്കില്ല. വെജ് ഓർ നോൺ വെജ് ഇസ് നോട്ട് എ മാറ്റർ. അത് മാറ്ററേ അല്ല കേട്ടോ. ഈ എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, എന്താണ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഏത് പ്ലേറ്റും ബാലൻസ്ഡ് ആയാൽ ഞാൻ 10-10 കൊടുക്കും. എനിക്കതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറച്ചുണ്ടാവണം, എനിക്കതിനകത്ത് കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവണം, കുറച്ച് ഫാറ്റ് ഉണ്ടാവണം, നല്ലവണ്ണം ഫൈബർ ഉണ്ടാവണം. ഐ വിൽ ഗീവ് 10 out of 10. സപ്ലിമെൻറ്റേഷൻ ഞാൻ എതിരല്ല. സപ്ലിമെൻറ്റേഷൻ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി അതെടുത്താൽ അത് നല്ലതാണ്. വേണ്ട സമയത്ത് നമ്മുടെ ശരീരത്തെ കൂടുതൽ ഹെൽത്തി ആക്കാൻ സപ്ലിമെൻറ്റേഷൻ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഒരു നാച്ചുറോപ്പതിസ്റ്റ് എന്നുള്ള രീതിയിൽ സ്വയം തന്നെ നല്ലൊരു ബെറ്റർ എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലും ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ആക്ച്വലി നമ്മൾ ശരിക്കുമുള്ള യഥാർത്ഥ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെ? നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന പൊതുവെ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ, നമ്മുടെ ഈ മണ്ണിൽ നമ്മൾ ഈ വായു ശ്വസിച്ച് നമ്മൾ ഇവിടെ ജനിച്ച മനുഷ്യരായതുകൊണ്ട് നമ്മൾ ചോറ് തന്നെ കഴിക്കണം. നമ്മൾ മില്ലറ്റ്സിൻ്റെ പുറകെയോ ഗോതമ്പിൻ്റെ പുറകെയോ പോകരുത്. ചോറാണ് നമ്മുടെ ഇവിടുത്തെ ഇത് ഭക്ഷണം നല്ലത് എന്ന് പറഞ്ഞ് പുറത്തെ ആൾക്കാർ, വെളിനാട്ടിലുള്ളവർ എന്ത് കഴിക്കുന്നു എന്ന് കണ്ട് നമ്മൾ അത് കണ്ട് കഴിക്കരുത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചോറാണോ കൂടുതൽ കഴിക്കേണ്ടത്, അതോ എന്താണ് കഴിക്കേണ്ടത്? ഞാനൊരു ചോറ് വിരോധിയൊന്നുമല്ല. ചോറ് നമ്മളുടെ പ്ലേറ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം ചോറ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അഭിമാനത്തിൻ്റെയും അവിഭാജ്യ ഘടകമൊക്കെ ആയി വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ചോറ് നമ്മളുടെ പ്ലേറ്റിൽ വരുന്നതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ബാലൻസ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത്. നമ്മളുടെ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഫൈബറും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഡിപ്പെൻസ് ഓൺ കണ്ടീഷൻ അത് മാറി വരും എന്നെങ്കിൽ പോലും ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ ഒരു 25% പാർട്ട് ഒരു പ്ലേറ്റാണ് കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ അരി ചോറ് വരേണ്ടത്. ബാക്കിയുള്ളൊരു 25% നമുക്ക് പ്രോട്ടീൻ വരാം. അത് മുട്ടയാകാം, ചിക്കനാകാം, മീനാകാം, പനീറാകാം, പ്രോട്ടീൻ വരാം. അത് കഴിഞ്ഞ് നമുക്ക് മാക്സിമം വരേണ്ടത് ഫൈബറാണ്, പച്ചക്കറികളാണ്. അതും നമ്മളുടെ ചുറ്റുമുള്ളതാണ്. അതിനോടൊപ്പം നല്ല ഫാറ്റ് വരാം, തൈര് വരാം, നെയ്യ് വരാം, വെളിച്ചെണ്ണ വരാം. ഇങ്ങനെയുള്ള നല്ല ഫാറ്റ് നമുക്കുണ്ടാവും. ഇതിൻ്റെ ഒരു ബാലൻസ് ആണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ വരേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇപ്പോൾ ഒരു ഇഡലി കഴിക്കുമ്പോൾ ഒരു ഇഡലി എടുക്കുമ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടായാൽ നല്ലതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പയറ് നല്ലതാണ് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ബേസിക് വെജിറ്റബിൾസ് ആ പ്ലേറ്റിൽ ഉണ്ടായാൽ, കുക്കുംബർ ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ഗ്രീൻ സലാഡ് പോലെ എന്തെങ്കിലും ഉണ്ടായാൽ നല്ലതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാത്രിയിലാണെങ്കിലും അങ്ങനെ ഒരു ചപ്പാത്തി കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ ഒരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേക്ക് മലയാളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരുന്നതിനോടോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതിനോടോ ഒരു വിരോധവും എനിക്കില്ല. അത് മാങ്ങയായിക്കോട്ടെ, ചക്കയായിക്കോട്ടെ, കപ്പയായിക്കോട്ടെ, ചോറായിക്കോട്ടെ, ഈ പറഞ്ഞ എന്തും നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങളൊക്കെ വന്നോട്ടെ, പക്ഷെ വരുമ്പോൾ ഇതിനകത്തൊരു ബാലൻസ് ഉണ്ടാവും. നമ്മുടെ പണ്ട് മുതലേ നമ്മൾ പറയും നമ്മുടെ കാർന്നോമാർ ഈ കപ്പയും ചേനയും കാച്ചിലും ഇതൊക്കെ തിന്നിട്ടല്ലേ വരണത്. പക്ഷെ അവരെക്കാട്ടിലും അസുഖങ്ങൾ കൂടുതൽ ഇന്നത്തെ കാലത്തിൽ. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കറക്റ്റാണ്. ഇപ്പൊ എൻ്റെ വീട്ടില് എൻ്റെ മുത്തശ്ശൻ 15-16 ഇഡലി കഴിച്ചിരുന്ന ആളാണ്. പക്ഷെ എൻ്റെ മുത്തശ്ശൻ്റെ അവിടുന്ന് എൻ്റെ മുത്തശ്ശൻ ജോലി ചെയ്യുന്നിടത്തേക്ക് എൻ്റെ മുത്തശ്ശൻ ഒരു 6.5 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത ആളാണ്. എൻ്റെ മുത്തശ്ശൻ രാവിലെ നല്ല പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ മുത്തശ്ശി രാവിലെ വീട്ടിലെ വെള്ളം കോരുന്ന ഉൾപ്പെടെ, മുറ്റം അടിച്ചു വരുന്ന ഉൾപ്പെടെ, നനകല്ലിൽ തുണി അലക്കുന്നത് ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവരുടെ വീട്ടുജോലി എന്നതിൻ്റെ പേരിൽ പോലും വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അമ്പലക്കുളത്തിൽ നീന്തി കുളിച്ചുകൊണ്ടിരുന്ന ആളാണ്. നമ്മൾ എവിടെയാണ് ഇത് ചെയ്യുന്നത്? നമ്മളുടെ കാരണവന്മാർ കഴിച്ച ഭക്ഷണം നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ കാരണവന്മാർ ചെയ്ത ജോലികൾ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ നടക്കണം എന്നല്ല, പക്ഷെ അവർക്കൊരു ബേസിക് ഫിസിക്കൽ ആക്ടിവിറ്റി എങ്കിലും നമുക്ക് ഉണ്ടാവണം. നമ്മുടെ വർക്കിംഗ് മെത്തേഡ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലേ? ഇപ്പോൾ നമ്മൾ നന്നായി അധ്വാനിച്ചുകൊണ്ട് പറമ്പിൽ പണിയെടുക്കുന്ന ഒരാളുടെ കൊച്ചുമോൻ ഇന്ന് കാക്കനാട് ടെക്നോ പാർക്കിൽ വന്നിരിക്കുമ്പോൾ അയാളുടെ ജീവിതശൈലി വെച്ചാണ് അയാളുടെ ഫുഡ് തീരുമാനിക്കാൻ. അയാളുടെ കാരണവന്മാരുടെ ജീവിതശൈലി വെച്ചാണ് അവരുടെ ഫുഡ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അസുഖങ്ങളില്ലായിരുന്നു. പിന്നെ സോഷ്യലി കുറേ കണ്ടന്റുകളുണ്ട്, വായു മലിനീകരണം, ജലമലിനീകരണം, അങ്ങനെയുള്ള കുറേ കണ്ടന്റുകളുണ്ട്. അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. വി കാൺ ഡു എനിത്തിങ്. പക്ഷെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്? നമ്മളുടെ കാരണവന്മാരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു? അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണം മാത്രം നമ്മൾ കഴിച്ചുകൊണ്ട് കാര്യമായോ? ഇല്ല. അവരുടെ ജീവിതശൈലിയും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ ലൈഫും എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ തിരിച്ചു വന്ന് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മളെ ചോദ്യം ചോദിക്കണം. നമ്മൾ പൊതുവെ പറയും ചേന, ചേമ്പ്, കാച്ചിൽ, അത് റൂട്ട് വരുന്ന ഭക്ഷണത്തിനകത്ത് കൂടുതൽ ഗുണങ്ങൾ കൂടുതലാണ്. അതിനകത്തൊക്കെ പ്രോട്ടീനും അതേപോലെ കാർബ്സും ഇത് കൂടുതലാണ്. പക്ഷേ അതിനകത്ത് ന്യൂട്രീഷൻ വാല്യൂ നല്ല കൂടുതലുള്ളതുകൊണ്ട് റൂട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണത്തിനാണ് അതിൻ്റെ മുകളിലേക്കുള്ള ഭക്ഷണത്തിനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ന്യൂട്രീഷൻ വാല്യൂ കൂടുതലെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭക്ഷണം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫാറ്റും കൂടുതലായിട്ടുണ്ടാവും, അല്ലേ? ഫാറ്റ് അല്ല, ഇതിനകത്ത് കാർബാണ് പ്രശ്നം. കാരണം നല്ല ഫാറ്റ് ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ ഫാറ്റിനേക്കാളും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് പലപ്പോഴും നമുക്ക് ഓവറായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂമിയുടെ മേളിൽ ഭൂമിയുടെ താഴെ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പം നമുക്കില്ല. കാരണം ഭൂമിയുടെ താഴെയുള്ള പല സംഭവങ്ങളും നമുക്ക് വളരെ നല്ലതാണ്. ഭൂമിയുടെ താഴെയുള്ള പല സംഭവങ്ങളും നമുക്ക് ഓവറായിട്ട് കഴിക്കുന്നത് വളരെ ശരീരത്തിന് ഗുണമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഭൂമിയുടെ താഴെ ഭൂമിയുടെ മേളിലുള്ള കൺസെപ്റ്റ് നമ്മളിപ്പോൾ പറയാറില്ല. പിന്നെ ബേസിക്കലി ഇതൊക്കെ എവിടെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വൺസിൻ്റെ വെയിൽ കപ്പ കഴിക്കുന്നതിനോട് എനിക്ക് വിരോധമില്ല. പക്ഷെ എവിടെയാണ് പ്രശ്നം? നമുക്ക് പണ്ട് കപ്പ കിട്ടിക്കൊണ്ടിരുന്നത് വർഷത്തിൽ 2 മാസമാണ്. നമുക്ക് ചക്ക കിട്ടിക്കൊണ്ടിരുന്നത് വർഷത്തിൽ 2 മാസമാണ്. നമുക്ക് മാങ്ങ കിട്ടിക്കൊണ്ടിരുന്ന വർഷത്തിൽ 1 മാസമാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ആ മാസത്തിന് വേണ്ടി. നമ്മളുടെ ആ ഒരു വെക്കേഷൻ്റെ സമയത്തൊക്കെയാണ് നമുക്ക് മാങ്ങ കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലേ? 365 ദിവസവും കപ്പയും ചക്കയും മാങ്ങയും കിട്ടുന്ന ലോകത്ത് ജീവിക്കണം നമ്മൾ. സോ നമുക്ക് ഇനി മുതൽ സീസണൽ ഫ്രൂട്ട്സ് ഇല്ല ഇവിടെ, അല്ലേ? ഇതൊക്കെ സീസണലായിരുന്നു നമുക്ക്. ആ സമയത്ത് നമുക്കത് കഴിക്കായിരുന്നു. ചക്ക വരുന്ന മാസം ചക്ക കഴിക്കണമല്ലോ നമ്മൾ. പിന്നെ എപ്പോൾ കഴിക്കും? ഇപ്പൊ ചക്ക വരുന്ന മാസമാണ് എല്ലാ മാസവും. ജനുവരി മുതൽ ഡിസംബർ വരെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കാണാത്ത, നമ്മൾ ചിന്തിക്കാത്ത സാധനങ്ങൾ വരെ നമുക്ക് അവൈലബിൾ ആണ്. സോ ആ സമയത്ത് നമുക്കിപ്പോൾ സീസണൽ ഡയറ്റ് ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി നമുക്കില്ല. നമ്മളെല്ലാവരും ഫ്ലാറ്റിൽ ജീവിക്കുന്നവരാണ്, കൊച്ചി ജീവിക്കുന്നവരാണ്. ഇപ്പം ചക്കയും മാങ്ങയും ഒന്നും തപ്പിപ്പോകാൻ നമുക്ക് സമയവും ഇല്ല, സാഹചര്യവും ഇല്ല. അവിടെയാണ് നമ്മൾ ഈ ബാലൻസ് കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് ഈ ബാലൻസ്ഡ് ഡയറ്റിൻ്റെ പ്രാധാന്യം കൂടുതൽ വരുന്നത്. അപ്പോൾ എന്താണ് നല്ല ഭക്ഷണം എന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ആണ് അവരുടെ. പക്ഷെ നോർമൽ ഒരു ഹെൽത്തി ബോഡി അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ് നമ്മളുടെ
ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ അവരോട് പറയാനുള്ള ഈ ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ 25% കാർബോഹൈഡ്രേറ്റും 25% പ്രോട്ടീനും ബാക്കിയുള്ളത് ഫൈബറും, ഭൂരിപക്ഷ സമയത്ത് ഫൈബറും പിന്നെ കുറച്ച് ഫാറ്റും ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഭക്ഷണം. ഓക്കെ. ഒരു ഡയബറ്റിക് വന്ന് കൺസൾട്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് പെട്ടെന്ന് ഒന്നെങ്കിൽ പറയും വൈറ്റ് റൈസ് ആണ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ബ്രൗൺ റൈസിലേക്ക് പ്രിഫർ ചെയ്തു. ഇപ്പം അത് മാറ്റിയിട്ട് ഇപ്പം അതൊട്ടും തന്നെ കളയാത്ത അരികൾ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യണമെന്നില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് പറ്റുന്നവർ അത് വാങ്ങിച്ച് കഴിക്കുന്നു. ചില ആൾക്കാരുടെ അടുത്ത് പറയും ഇതിലും ഭേദം റൈസ് കട്ട് ചെയ്തിട്ട് പകരം ഗോതമ്പാക്കിക്കോളൂ എന്നുള്ളത്. അപ്പം ചോറ് കട്ട് ചെയ്തിട്ട് അവിടെ കൂടുതൽ, അതായത് ചോറിൻ്റെ അളവിനെക്കാട്ടിലും ഏറെ വയറ് നിറയാൻ വേണ്ടിയിട്ട് ഒരു 6-5 ചപ്പാത്തി കഴിക്കുമ്പോൾ അതവിടെ ബാലൻസ്ഡ് ആവുന്നുണ്ടോ? ബാലൻസ്ഡ് ആവുന്നില്ല യഥാർത്ഥത്തിൽ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ചോറ് കഴിക്കുക എന്നുള്ളതാണ് ഈ തവിട് കളയാത്ത പോകുന്നത്. ഇൻടേക്ക് കുറയും. ഓക്കെ. വയറ് നിറയും. മറ്റേ വൈറ്റ് റൈസ് കഴിക്കുന്നത്രയും നമ്മൾ ഈ ചോറ് കഴിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞ പോലെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇനി 3 ചപ്പാത്തി ആക്കുന്നത് എന്നുള്ളത് സയന്റിഫിക്കലി അതിന് കാര്യമില്ലെന്നുള്ളത് നമ്മൾ കുറേ നാളായിട്ട് പറയുന്നതാണ്. അരിയുടെ അനിയനാണ് ഗോതമ്പ്. പക്ഷേ ചപ്പാത്തി ആക്കുന്നതിനകത്തൊരു ചെറിയ കാര്യം എന്താണെന്നറിയോ? ചപ്പാത്തി നമുക്ക് വളരെ എളുപ്പത്തിൽ അളവ് പറയാൻ പറ്റും. ഓക്കെ. കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു തവി ചോറ് എന്ന് ഞാൻ പറയുമ്പോൾ തവി നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതെ, തവിയുടെ അളവ് തവിയുടെ അളവൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. അപ്പം ഒരു പ്ലേറ്റിന്റെ 25% എന്ന് പറയുമ്പോൾ പ്ലേറ്റ് ഏത് വലുപ്പത്തിലാന്നുള്ള പ്രശ്നം അല്ലേ? പക്ഷെ ചപ്പാത്തി നമുക്ക് കുറച്ചുകൂടി പറയാൻ പറ്റും. 2 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഊഹമുണ്ട് ചപ്പാത്തി എന്തുമാത്രം വലുപ്പത്തിൽ വരാൻ പറ്റും. അപ്പൊ 2 ചപ്പാത്തി എന്നുള്ളത് ഓക്കെ, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ് അല്ലേ? വി ക്യാൻ ടെൽ 1 ചപ്പാത്തി. ആ ചപ്പാത്തിക്ക് എത്ര വലിപ്പം വന്നാലും അതിനൊരു കൺട്രോൾ ഉണ്ട്. ഈ തവിയും ഈ പ്ലേറ്റ് കുറച്ച് പ്രശ്നമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടേഴ്സ് ഈ നിങ്ങൾ ഒരു ചപ്പാത്തി വൈകിട്ട് കഴിച്ചോളൂ ചോറിന് പകരം എന്ന് പറയുന്നത്. അവർക്കത് വാല്യൂ ചെയ്യാൻ വേണ്ടിയാണ്, ആ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലാതെ നമുക്ക് കൺട്രോൾ ചെയ്ത് ചോറ് കഴിക്കാൻ പറ്റുമെങ്കിൽ ചപ്പാത്തിയും ചോറും കഴിക്കുന്നതിന് വലിയ വ്യത്യാസം. വളരെ കുറച്ച് ചോറാണ് കഴിക്കുന്നതെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നത് സെയിം ആണ്. പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ടാണ് ചപ്പാത്തി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ചപ്പാത്തി കുറച്ച് അളക്കാൻ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ടാണ്. വൈറ്റ് റൈസിനേക്കാളും ഭേദമാണ് ബ്രൗൺ റൈസിനേക്കാളും ഭേദമാണ് തവിടോടുകൂടിയുള്ള അരി. അത് 70% തവിടോടുള്ള അരിയുണ്ട്, 50% തവിടോടുകൂടി. അപ്പം അത് കഴിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കഴിയുമ്പോൾ വയറ് നിറയും എന്നുള്ളതാണ്. അപ്പോൾ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്, ഡൈജഷൻ കുറച്ചുകൂടി ഒന്ന് നന്നാവാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഓക്കെ. നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാലും ലഞ്ചിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും അല്ലേ. അതിലും നമ്മൾ വേറൊന്നും കൂടെ കേട്ടിട്ടുണ്ട്, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ രാജാവിനെ പോലെ കഴിക്കണം എന്നുള്ളത്. അതായത് രാവിലെ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് കുറേയും കൂടെ ക്വാണ്ടിറ്റി കഴിക്കാം. പക്ഷേ പിന്നെ അടുത്ത മീൽ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം അതിൻ്റെ ഇൻടേക്കിംഗ് കുറയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കുറയ്ക്കണം എന്ന് പറയുമ്പോഴും ഏറ്റവും ബെസ്റ്റ് രാത്രി സമയങ്ങളിൽ എഗെയിൻ നമ്മൾ ഈ പറയുന്ന ചപ്പാത്തി ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ പലഹാരങ്ങൾ എന്തായാലോ അതിനകത്തൊക്കെ ഫാറ്റോ അല്ലെ കാർബോ ഉണ്ടാവും. അത് കഴിക്കുന്നതാണോ അതോ അതിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പകരം മാറ്റി സാലഡ്സിലേക്ക് പോകുന്നതാണോ അത്താഴത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയും? അത്താഴത്തിന് ഏറ്റവും ഐഡിയൽ നമ്മൾ ഈ സാലഡ്സിലേക്ക് പോവുക, സൂപ്പിലേക്ക് പോവുക എന്നുള്ളതൊക്കെയാണ്. കഞ്ഞിയാണെങ്കിലോ? കഞ്ഞിയും അഗൈൻ കാർബാണ് അല്ലേ? കഞ്ഞിയും കാർബാണ്. കഞ്ഞിയും ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് രാത്രിയിൽ കഞ്ഞി ഒരു വൺസ് ഇൻ എ വൈൽ ഓക്കെയാണ്. പക്ഷെ അഡ്വൈസബിൾ ആണോ എന്ന് വെച്ചാൽ അല്ല. ഒരു ഹെൽത്തി വേക്ക് അഡ്വൈസബിൾ ആണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന വൈകിട്ട് ഏറ്റവും ലൈറ്റായിട്ട് അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബൗൾ സൂപ്പിലേക്ക് നിങ്ങളൊരു സ്പൂൺ നെയ്യ് മിക്സ് ചെയ്താൽ അത് നല്ല ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് അത് കഴിച്ചാൽ നിങ്ങളുടെ വയറ് നിറയും. അപ്പോൾ എഗെയിൻ ഈ രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഈ പറഞ്ഞ ക്യൂനിനെ പോലെ ലഞ്ച്, സോൾജിയറെ പോലെ ഡിന്നർ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് എഗെയിൻ ഡിപ്പെൻഡ് ആണ് കേട്ടോ, നമ്മളുടെ എന്ത് ടൈപ്പ് ഓഫ് ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നന്നായി ശരീരം അനങ്ങുന്ന ഒരു ജോലിക്ക് വേണ്ടിയാണ് രാവിലെ പോകുന്നതിന് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് രാജാവിനെ പോലെ കഴിച്ചിട്ട് വരാൻ പറയുന്നത്. അതല്ലെങ്കിൽ ഈ 3 ഫുഡും ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇപ്പോൾ ഈ രാജാവിനെ പോലെ കഴിച്ചാൽ പോയിരുന്ന് ഉറങ്ങാൻ പറ്റുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നുള്ളത് വെച്ചാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നൈറ്റ് ബിഫോർ 7:30, 7 o'clock
ഡിന്നർ കഴിക്കുക, ആ ഡിന്നർ മാക്സിമം ലൈറ്റ് ആക്കുക എന്നുള്ളതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ രാത്രിക്ക് നൈറ്റിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാറ്റേൺ അങ്ങനെയാണ്. രാത്രിക്ക് അവർ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ പറയുന്ന പോലെ 7 മണിക്കുള്ളിൽ തന്നെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടോ, അതോ നമ്മൾ ബെഡിലേക്ക് പോകുന്നോ, നമ്മൾ ഉറങ്ങുന്ന സമയത്തിനും ഒരു 4 മണിക്കൂർ മുമ്പേ നമ്മുടെ ലാസ്റ്റ് മീൽ എന്നുള്ളതാണോ, ഇതിലേതാ നമ്മൾ ശ്രദ്ധിക്കുക? അവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ പറഞ്ഞ 7 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കാൻ പറ്റണമെന്നില്ല. അതെ, അവരുടെ ഈ പറയുന്ന ബ്ലഡിലേക്ക് പോകുന്ന ഒരു 4.5 മണിക്കൂർ മുമ്പ് 4 മണിക്കൂർ മുമ്പ് അവരുടെ ലാസ്റ്റ് മീൽ കഴിക്കുക എന്നുള്ളതാണ്. ആ മീൽ മാക്സിമം ലൈറ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവരോട് നമ്മൾ വൈകിട്ട് 7 മണിക്ക്, ഇപ്പം രാവിലെ 7 മണി വരെ ജോലി ചെയ്യേണ്ട ഒരാളാണെങ്കിൽ ഒരു വൈകിട്ട് 7 മണിക്ക് നിങ്ങൾ ഡിന്നർ കഴിക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല, അതിൻ്റെ അർത്ഥമില്ല. അപ്പം അവർ ചെയ്യേണ്ടത് അവരുടെ കിടക്കുന്നതിന് മുമ്പ്, ബെഡ് ടൈമിന് ഒരു 4-4.5 മണിക്കൂർ മുമ്പ് അവർ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഞാൻ കുറച്ച് ഭക്ഷണങ്ങളുടെ പേരിങ്ങനെ പെട്ടെന്ന് പറയാം. അതിനൊന്ന് ഡോക്ടർ ഒന്ന് മാർക്ക് ചെയ്യൂ ഓരോന്നിനെ. 10 എത്ര മാർക്ക് ഓരോന്നിനും കൊടുക്കുമെന്ന് പറയാം. ഓക്കെ. ആദ്യം തന്നെ നമ്മുടെ ഇവിടെ എല്ലാവരും ഇപ്പോൾ എപ്പോഴും എല്ലാവരും കുഴിമന്തി, ഭയങ്കര മന്തി ഫാൻസ് അല്ലേ? കുഴിമന്തിക്കാണെങ്കിൽ കുഴിമന്തി മാത്രമാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു 7 മാർക്ക് കൊടുക്കാം. പക്ഷെ കുഴിമന്തിയും ചോറും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന് 1 മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ. കുഴിമന്തിയായിട്ട് തന്നെയല്ലല്ലോ നമ്മുടെ ഇവിടെ ആൾക്കാർ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഡോക്ടർ പറഞ്ഞാൽ അൺലിമിറ്റഡ് റൈസ്, ആ ഫ്ലേവേർഡ് റൈസ് ആണല്ലോ. 0-1 കൊടുത്താലും വിരോധമില്ല. ഓക്കെ, ശരി. പൊറോട്ട ബീഫ് 2. ഓക്കെ. ബിരിയാണി അത് എന്തും ആയിക്കോട്ടെ, നോൺ വെജ് ബിരിയാണി. ഓക്കെ. ഇഡ്ലി സാമ്പാർ 7. ഓക്കെ. ടൈം ഏതായാലും അല്ലേ? ഓക്കെ. വെജ് മീൽസ് 6. ഓക്കെ. ചപ്പാത്തി വെജ് കറി 7. ഓക്കെ. ചപ്പാത്തി നോൺ വെജ് കറി 7. ഓക്കെ. അതെങ്ങനെയാ അപ്പം രണ്ടും നോൺ വെജ് വരുമ്പോഴും വെജ് വരുമ്പോഴും? വെജ് നോൺ വെജ് എന്താ കുഴപ്പം, എന്താ ഡിഫറൻസ്? കാരണം നോൺ വെജിനകത്ത് കുറച്ചും കൂടെ ഫാറ്റ്സ് കൂടുതലല്ലേ? ഫാറ്റ് പ്രോട്ടീൻ നല്ലതാണല്ലോ. അതെ, പക്ഷെ എന്നും പറഞ്ഞിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ ഫാറ്റ് ഈ വെജ് എല്ലാം നല്ലതാണെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഓക്കെ. നോൺ വെജ് എല്ലാം മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ. വെജിറ്റേറിയൻ ആയി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഹെൽത്തി എന്നുള്ള കൺസെപ്റ്റ് എനിക്കില്ല. ഓക്കെ. നോൺ വെജിറ്റേറിയൻ ആയി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അൺഹെൽത്തി ആണെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഓക്കെ. ആ നോൺ വെജും വെജിൻ്റെയും ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ നോൺ വെജും വെജും എന്ത് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും? ഞാൻ പറയുന്നത് ചപ്പാത്തിയും ഗോബി മഞ്ചൂരി ഫ്രൈയും ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണം? ചപ്പാത്തിയും വെജ് കറിയല്ലേ ഗോബി മഞ്ചൂരി ഫ്രൈ, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നേരെ മറിച്ച് ചപ്പാത്തിയും തവ ചിക്കനും ബെസ്റ്റാണ്, നല്ലതാണ്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് വെജ് ഓർ നോൺ വെജ് ഇസ് നോട്ട് എ മാറ്റർ. അത് മാറ്ററേ അല്ല കേട്ടോ. ഈ എങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത്രയും ഓരോന്നിനും ഓരോ മാർക്ക് ചെയ്തു, ഒന്നിനും എനിക്ക് 8ന്റെ മേളിലേക്ക് ഒരു ഡിസ്റ്റിങ്ഷൻ ഒന്നിനും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ 10 മാർക്കും കിട്ടുന്ന ഭക്ഷണം 10-ൽ 10 കൊടുക്കാം. ഇപ്പോൾ ഈ രമ്യ ചേച്ചി പറഞ്ഞ സംഭവങ്ങളെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടൊരു പ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 10-ൽ 10 കൊടുക്കും. ഈ പറഞ്ഞ ചിക്കനും ഈ പറഞ്ഞ ഇഡലിയും ഈ പറഞ്ഞ വെജ് കറിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് നമ്മുടെ മുമ്പിൽ വരിക എന്നുള്ളതാണ്. അതിന് ഈ പറഞ്ഞതുപോലെ ഒരു ഇഡലിയും കുറച്ച് ചിക്കൻ്റെ കറിയും കുറച്ച് വെജിറ്റബിൾസ് സാലഡ്സും കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ അത് 10-ൽ 10 ആണ്. ആ ഏത് പ്ലേറ്റും ബാലൻസ്ഡ് ആയാൽ ഞാൻ 10-ൽ 10 കൊടുക്കും. എനിക്കതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറച്ചുണ്ടാവണം, എനിക്കതിനകത്ത് കുറച്ച് പ്രോട്ടീൻ ഉണ്ടാവണം, കുറച്ച് ഫാറ്റ് ഉണ്ടാവണം, നല്ലവണ്ണം ഫൈബർ ഉണ്ടാവണം. I will give 10 out of 10. എനിക്ക് 10-നോട് വിരോധം ഉണ്ടായിട്ടില്ല. അതിന് ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ പറയുന്നതിനകത്തൊന്നും ബാലൻസ് ഇല്ല. ഇപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ഫൈബർ ഇല്ല, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും സാറ്റിസ്ഫൈ ചെയ്തു. ഈ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് കൺസെപ്റ്റിൽ പോകുമ്പോൾ അത് കുറയുന്നത്. പറയുന്നതിനകത്ത് കൂടുതൽ ചിലപ്പോൾ 2 കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതലായിരിക്കും. നമുക്ക് ഈ ഫൈബർ ബാലൻസ് കണ്ടുപിടിക്കുന്ന എന്ത് പ്ലേറ്റിനും എന്ത് ഭക്ഷണത്തിനും ഏത് മീലിനും 10 out of 10 ആണ്. ഓക്കെ. ചില ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് അതിനുള്ള സാഹചര്യമുള്ള രീതിയിലുള്ള എല്ലാവർക്കും ചിലപ്പോൾ ഇതുപോലെ ബാലൻസ്ഡ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർ ചിലപ്പോൾ എന്താ പെട്ടെന്ന് ചെയ്യുക, അവരുടെ വർക്ക് ഷെഡ്യൂളൊക്കെ കുറച്ച് ബിസി ആണെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് എനിക്ക് വൈറ്റമിൻ മിനറൽസും കുറവാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അത് കഴിക്കാതെ അതിന് പകരം അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കും. അത് അഡ്വൈസബിൾ ആണോ? ചില സിറ്റുവേഷൻ, ചില ജീവിതശൈലികളിൽ അഡ്വൈസബിൾ ആണ് സപ്ലിമെൻറ്റ്സ്. എല്ലാ സപ്ലിമെൻറ്റ്സും മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ആ ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സിലൂടെ നിങ്ങൾക്ക് ആ ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അഡ്വൈസബിൾ ആണ്, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനകത്തൊരു പ്രോപ്പർ ഡോക്ടർമാരുടെ
ഒരു ഒബ്സർവേഷൻ ഉണ്ടാവണം. ഓൺലൈൻ ഡോക്ടർമാരെയും അരവൈദ്യന്മാരെയും കണ്ടിട്ടുള്ള സപ്ലിമെൻറ്റ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ച ആളാണ് എന്നുള്ളതിനപ്പുറം അയാൾക്ക് മെഡിക്കൽ ഡിഗ്രി ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ മാറ്ററാണ്. ഞാൻ ഇതിനെപ്പറ്റി 10 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ആ 10 വർഷമായിട്ട് അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അയാളെ വിശ്വസിക്കാനുള്ള മാനദണ്ഡമല്ല. ഇവിടുത്തെ സിസ്റ്റമിൽ അയാളൊരു ഗ്രാജുവേറ്റ് ആണോ, അയാളൊരു മെഡിക്കലി ഡോക്ടറാണോ എന്നുള്ളതാണ്, ഗ്രാജുവേറ്റ് ആണോ എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നവരുടെ ഉപദേശങ്ങൾ കേട്ടിട്ടാണ് നിങ്ങൾ പ്രോപ്പറുള്ള സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നതെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. സപ്ലിമെൻറ്റേഷൻ എതിരല്ല ഞാൻ. സപ്ലിമെൻറ്റേഷൻ വേണ്ട സമയങ്ങളിൽ, വേണ്ട ശരീരത്തിൽ, വേണ്ട സാഹചര്യത്തിൽ കൊടുക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അതിനൊരു പീരീഡ് ഉണ്ടോ? ആക്ച്വലി 6 months സപ്ലിമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് കൊടുക്കണമെന്ന് പറയാറുണ്ട്. ഡിപ്പെൻസ് ആണ് എന്ത് സപ്ലിമെൻ്റ് ആണ്, എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ omega-3 പോലെ, കോളിൻ പോലെയുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ പറഞ്ഞ 6 months ഒക്കെ എടുത്ത് നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യും. നമ്മുടെ ശരീരം എങ്ങനെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അത് ലോങ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. അഗെയിൻ ഈ സപ്ലിമെൻറ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഏത് കമ്പനിയുടെയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർ ഈ omega-3 ഇപ്പം ഉദാഹരണമായിട്ട് എടുത്താൽ 30 omega-3ക്ക് 300 എണ്ണം ഉള്ള ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. 30 omega-3ക്ക് 10,000 രൂപയുടെ ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ട്. 30 omega-3ക്ക് 100 രൂപയുടെ ബോക്സ് കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ് ഏതാണ് ബെറ്റർ. അതിനോടൊപ്പം ഒരു ഡോക്ടറുടെ ഒരു സപ്പോർട്ടോടെ കിട്ടുമ്പോഴാണ് നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാവും. സോ സപ്ലിമെൻറ്റേഷൻ ഞാൻ എതിരല്ല. സപ്ലിമെൻറ്റേഷൻ ഡോക്ടറുടെ ഉപദേശത്തോടു കൂടി അതെടുത്താൽ അത് നല്ലതാണ്. വേണ്ട സമയങ്ങൾ നമ്മുടെ ശരീരത്തെ കൂടുതൽ ഹെൽത്തി ആക്കാൻ സപ്ലിമെൻറ്റേഷൻ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2026 വരുമ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ റെസൊല്യൂഷൻസും പുതിയതായിട്ട് എങ്ങനെയൊക്കെ ജീവിക്കണം, എൻ്റെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമ്മളെ കൊണ്ട് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളതിന് ഡോക്ടർ വളരെ മനോഹരമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം, നന്ദി. അതേപോലെ ഡോക്ടർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.